ഓണമെത്തിയതോടെ സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില കൂടി. സദ്യക്ക് പച്ചക്കറി വിഭവങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതിനാൽ യഥാർത്ഥത്തിൽ കാണം വിറ്റും ഓണം ഉണ്ണേണ്ട അവസ്ഥയിലാണ് മലയാളികളെങ്കിലും പച്ചക്കറി ചന്തയിൽ തിരക്കിന് കുറവില്ല. ഓണം അടുക്കും തോറും പച്ചക്കറി വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിയൽ, സാമ്പാർ, കാളൻ, ഓലൻ, പച്ചടി തുടങ്ങി പച്ചക്കറി വിഭവങ്ങളില്ലാതെ എന്ത് സദ്യ? കാശ് കുറച്ച് അധികം മുടക്കിയാലും ഇല നിറയെ വിഭവങ്ങൾ വേണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വില എത്രയായാലും അവശ്യം വേണ്ടതെല്ലാം വാങ്ങുക തന്നെ നിവൃത്തിയുള്ളൂ. വില നല്ല കൂടുതലാണ്, എങ്കിലും വാങ്ങുന്നുണ്ട്. ഓണല്ലേ, ഓണത്തിന് എത്ര വിലയിലും നമ്മൾ വാങ്ങും. കുറയ്ക്കാൻ പറ്റൂല, സാധനമൊക്കെ മേടിക്കണ്ടേ. ഓണാഘോഷിക്കുമ്പോൾ എല്ലാ കൂട്ടും മേടിക്കണമല്ലേ അമ്മ. ഓലൻ, കാളൻ, സാമ്പാർ, പച്ചടി, കിച്ചടി എല്ലാം ഉണ്ടാവും ആ കൂട്ടത്തില്. എല്ലാം മേടിക്കാൻ പോണേണ് ഞങ്ങള്. ഇന്ന് തന്നെ മേടിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. വാഴയില മുതൽ ഇലയിലെ ആദ്യ വിഭവമായ ചിപ്സിനും ഉപ്പേരിക്കും പോലും ഇത്തവണ ഗമ കൂടും. 75 രൂപയിലധികമാണ് കിലോയ്ക്ക് നേന്ത്രപ്പഴത്തിന്റെ വില. ആകെ വിലക്കുറവുള്ളത് തക്കാളിക്ക് മാത്രം. എങ്കിലും ചന്തകളിലെ തിരക്ക് ഓണം അടുക്കും തോറും കൂടി വരികയാണ്. ഇന്ന് തുടങ്ങി തിരക്ക് സ്റ്റാർട്ട് ചെയ്തേക്കണം. ഇത്രയും ദിവസം വരെ ഇന്നലെ വരെ ഒന്നും വലിയ തിരക്കില്ല. തുണിക്കടകളിലെ ആ ഭാഗത്തായിരുന്നു തിരക്ക്. ഇന്ന് തുടങ്ങി പച്ചക്കറി കടയിലേക്കൊക്കെ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ മറ്റന്നാൾ നല്ല കച്ചവടം ഉണ്ടാവുന്ന പ്രതീക്ഷ. മഴ വരാതിരുന്നാൽ കൊള്ളാം. മഴയാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോഴുള്ള ഒരു മഴ വരണം. ഇപ്പോൾ ആൾ ഇറങ്ങി വന്ന സമയത്ത് മഴയും വന്നു. എന്നാൽ കഴിഞ്ഞ ഓണക്കാലത്തേതുപോലെ തീ വിലയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വില വളരെ കുറവ്. 2 കിലോ 50 രൂപ പറഞ്ഞില്ല ആരും. എല്ലാവർക്കും വീട്ടിന്റെ അടുത്തൊക്കെ വണ്ടിയിലെ കൊണ്ട് 2 കിലോ 50 രൂപയ്ക്കും കൊടുക്കുമ്പോൾ പിന്നെ അവരിഞ്ഞ് വരില്ല. പിന്നെ വലിയ വില എന്ന് പറയാൻ അങ്ങനെ ഒന്നും വിലയൊന്നുമില്ല. ഒരു കുറച്ച് സാധനങ്ങൾ മാത്രം. തക്കാളി എല്ലാം 25 രൂപയുള്ളൂ. ഈ വെണ്ടയ്ക്ക് 2-3 ഐറ്റങ്ങൾ മാത്രമാണ് വില ഉള്ളൂ. ഇഞ്ചി, അച്ചാർ ഐറ്റങ്ങൾ മാത്രമേ വിലയുള്ളൂ. ബാക്കി ഐറ്റങ്ങളൊക്കെ വില എല്ലാം കുറവ് തന്നെയാണ്. സാധാ വില തന്നെയാണ്. വില കുറവാണ്, നല്ല മലുവാണ്. 60-70 ഒക്കെ ഉണ്ടായിരുന്നു, നല്ല കുറഞ്ഞു. ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സംസ്ഥാനത്ത് മഴ ശക്തമായതും കൃഷി വ്യാപകമായി നശിച്ചതും വില കുതിക്കാൻ കാരണമായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കൊച്ചി.